നെടുമ്പാശ്ശേരിയിൽ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. രാജസ്ഥാൻ സ്വദേശി റിദാൻ രാജുവാണ് മരിച്ചത്. തുറന്നുകിടന്ന ഓടയിലേക്കാണ് കുട്ടി വീണത്. ആഭ്യന്തര ടെർമിനലിന് സമീപമാണ് സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ച് സിയാൽ വാർത്താക്കുറിപ്പിറക്കി. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിൽ ഇത്രയും അതിദാരുണമായ സംഭവമുണ്ടായത്. രാജസ്ഥാനിൽ നിന്ന് വന്ന കുടുംബമാണ്. 1 മണിയോടുകൂടി അവർ വിമാനത്താവളത്തിലെത്തി. അതിനുശേഷം ഈ കാണുന്ന അന്നസാറ കോഫി ഷോപ്പിൽ നിന്നും ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിച്ച ശേഷം കുടുംബത്തിലെ കുട്ടിയുടെ ഈ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ആ കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾ ആഹാരം കഴിക്കാനായി ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ കുട്ടി അവർക്കൊപ്പം ഇല്ല എന്ന വിവരം പിന്നീട് മനസ്സിലായത്. ഉടൻ തന്നെ അവർ ഇവിടെ ഒരു പരിശോധന നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്തിയില്ല. ഉടനെ തന്നെ നെടുമ്പാശ്ശേരി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഒന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്തിയില്ല. ഒടുവിൽ സിയാലിൻ്റെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കാണുന്ന മാലിന്യം നിറഞ്ഞ സ്ലാബിൻ്റെ ഉള്ളിലേക്ക് കുട്ടി വീണതായി കണ്ടെത്തിയത്. ഏകദേശം 10 മിനിറ്റോളമാണ് ഈ 3 വയസ്സുകാരൻ ഈ സ്ലാബിൻ്റെ ഉള്ളിൽ കിടന്നത്. കുട്ടീനെ പുറത്തെടുത്ത് CPR ഒക്കെ നൽകിയെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. കുട്ടിയുടെ വായിലും വയറ്റിലുമൊക്കെ നിറയെ ചെളിവെള്ളം, ഈ മാലിന്യ വെള്ളം നിറഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏകദേശം 4.5 അടിയോളം ആഴത്തിലുള്ള ഒരു മാലിന്യ ടാങ്കാണ് ഇത്. കുറച്ച് നാൾ ആയതേ ഉള്ളൂ ഇവിടെ സ്ഥാപിച്ചിട്ട്. പക്ഷെ ഇതിനൊരു മൂടി ഉണ്ടായിരുന്നില്ല. ആ മൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അതിനിടയിൽ സിയാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിശദീകരണം ഈ പൊതുസ്ഥലമല്ല, അല്ലെങ്കിൽ ഇത് അന്യർക്ക് പുറത്തു നിന്നുള്ളവർക്കൊന്നും ഇവർക്ക് പ്രവേശനം ഇല്ലാത്തൊരിടമാണ്. അവിടെയാണ് ഈ കുട്ടി വീണതെന്നുള്ളൊരു വിശദീകരണം, അതായത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈയൊഴിയുന്ന രീതിയിലുള്ളൊരു വിശദീകരണമാണ് സിയാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് ഈ പരിസരങ്ങളിലൊന്നും തന്നെ ഇവിടെ പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് പോലും, ഒരു സൂചനാ ബോർഡോ ഒരു ബാരിക്കേഡോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഉറപ്പായും സിയാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ വിശദീകരണം അത് ഈ അപകടത്തിൽ നിന്നും തങ്ങളുടെ ഉത്തരവാദിത്തം ഒഴിയുന്നതിന് വേണ്ടി തന്നെയാണെന്ന് പറയാൻ കഴിയും. ഈ അപകടം നടന്നതിന് ശേഷം മാത്രമാണ് ഈ സ്ലാബ് മൂടിയത്. അതിനുശേഷം ഇവിടെ സിയാൽ അധികൃതരെത്തുകയും ഇവിടെ സ്ലാബ് അടയ്ക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനൊക്കെ വന്നുവെങ്കിൽ പോലും പോലീസ് അതിന് അനുമതി നൽകിയില്ല. അത്രയും വലിയൊരു വീഴ്ച തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സിയാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ആ അനാസ്ഥയുടെ ഇരയാകേണ്ടി വന്നത് രാജസ്ഥാനിൽ നിന്നും വന്ന 3 വയസ്സുകാരനായിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞാണ്. ഇന്നാണ് അവർ രാജസ്ഥാനിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിയത്.